റിപ്പോർട്ടർ മെഗാ ലൈവത്തോൺ തുടരുകയാണ്. കാട്ടാനയെ ഭയന്ന പത്തനംതിട്ട കുമ്മണ്ണൂർ നിവാസികൾ രാത്രിയിൽ വീടിന് സമീപം കാട്ടാന നിലയുറപ്പിക്കുന്നുവെന്നും കൃഷി നശിപ്പിക്കുന്നുവെന്നും പ്രദേശവാസികൾ. തലനാരിഴയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് വീട്ടമ്മയായ നസീമ രക്ഷപ്പെട്ടത്. ആനയെ പ്രതിരോധിക്കാൻ നാട്ടുകാർ പ്ലാസ്റ്റിക് കയർ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഫെൻസിംഗ് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതിയുമുണ്ട് നാട്ടുകാർക്ക്. പ്രവീൺ പുരുഷോത്തമൻ കാട്ടിത്തരും അവിടുത്തെ സാഹചര്യം. പത്തനംതിട്ട കുമ്മണ്ണൂർ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു വനാതിർത്തി മേഖലയാണ്. എനിക്ക് തൊട്ടരികിൽ ഒരു വീട് കാണാം. ആ വീടും അടുത്ത പുരയിടവും തമ്മിൽ ഏകദേശം 2 മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇന്നലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇതിന് സമീപം ഒരു കാട്ടാന രാത്രിയിൽ ഇറങ്ങി. ഈ പ്രദേശത്തുള്ളവരെല്ലാം കാട്ടാന ഭീതിയിലാണ്. ഏത് നിമിഷവും കാട്ടാന ആക്രമിക്കും എന്നുള്ള ഒരു പേടിയിലാണ് ഇവിടെയുള്ള ആളുകളെല്ലാം കഴിയുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന സിദ്ദിഖും അദ്ദേഹത്തിൻ്റെ ഭാര്യ നസീമയും ഒപ്പം തന്നെ മറ്റു ചില നാട്ടുകാരും നമ്മോടൊപ്പമുണ്ട്. ഇന്നലെ എപ്പോഴാണ് ഈ കാട്ടാനയെ കണ്ടത്? 12:15 രാത്രി 12:15 മിനിഞ്ഞാന്ന് രാത്രി 12:15 കണ്ടത്. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ ആനയുടെ തുമ്പിക്കൈയും മുന്നിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്, എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ മറ്റു പ്രദേശവാസികളെ അറിയിക്കുകയും ഇവിടെ ഒരു 7ഓളം പേര് പുരുഷന്മാർ സ്ട്രോക്ക് വന്ന് കിടക്കുന്നവർ, അവരെ ആരെയും എനിക്ക് സഹായത്തിന് വിളിക്കാൻ പറ്റത്തില്ല. മറ്റു വീടുകളിലൊക്കെ അല്ലേ? മറ്റു വീടുകളിലൊക്കെ ഈ പ്രദേശത്ത് തന്നെ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും 4 മാസമുള്ള ഒരു കുഞ്ഞുൾപ്പെടെയാണ്. എൻ്റെ ഹസ്ബൻഡും മകനും അന്ന് വീട്ടിലില്ലായിരുന്നു. ഞാൻ തനിച്ചേ ഉള്ളായിരുന്നു. ആ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാനന്ന് രാത്രി കഴിച്ചു കൂട്ടിയത്. സിദ്ദിഖിന്റെ വീടിന് സമീപം എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ആ സ്ഥലത്താണ് ആനത്താരയുള്ളത്. അതുവഴി ആനകൾ കടന്നു പോകുന്നത് പതിവാണ്. ഇവിടെ ഈ ആനത്താരയ്ക്ക് സമീപം അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വീടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കാട്ടാനയുടെ ഭീതി മൂലം ജനങ്ങൾ ഒരു പ്ലാസ്റ്റിക് കയർ ഈ ഭാഗത്ത് ഈ ആനത്താരയ്ക്ക് സമീപത്ത് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നത് കാണാം. ഇത് ആനയെ അകറ്റാൻ ഈ കയർ ഉപകരിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്ലാസ്റ്റിക് കയർ കൊണ്ട് എന്ത് കാര്യം? പ്ലാസ്റ്റിക് കയർ കൊണ്ട് ഉപകാരം എന്ന് പറഞ്ഞാൽ ആന വരുന്ന തുമ്പിച്ച് കൊണ്ട് പിടിക്കുന്ന പറഞ്ഞാൽ ഈ കയർ പിന്നെ പൊള്ളും, അങ്ങനെ ആന തിരിച്ചു പോകും എന്നൊരു ആൾക്കാരുടെ പറഞ്ഞ് കേട്ട് അങ്ങനെ ഞാൻ കയർ വാങ്ങി കെട്ടിയതാണ്. നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല? മറ്റ് യാതൊരു നിവൃത്തിയുമില്ല. അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ ലക്ഷങ്ങൾ മുടക്കി പിന്നെ സോളാർ ഇടാനോ എടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കയറിലും കെട്ടി നമുക്കൊരു ആശ്രയമാകുമല്ലോ എന്നും ചൊല്ലി ഞങ്ങൾ ചെയ്തിരിക്കുക. കാട്ടാനയെ തുരത്താൻ പ്ലാസ്റ്റിക് കയർ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. പക്ഷേ കുമ്മണ്ണൂർ നിവാസികൾക്ക് വേറെ നിവൃത്തിയില്ല. അവർ ഈ മാർഗവും പ്രയോഗിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. കുമ്മണ്ണൂരിൽ അവിടെ ആ പ്രദേശത്ത് ആനത്താര, അതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകൾക്ക് പ്രവീൺ ഇപ്പോൾ നിൽക്കുന്നതിന് പിന്നിലൊക്കെ മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് കയർ കാണാം. അതൊക്കെ ആ നാട്ടുകാർ സ്വയരക്ഷയ്ക്ക് വലിച്ചു കെട്ടിയതാണോ പ്രവീൺ? ഗുഡ് മോർണിംഗ് സുജയ. ഞാൻ ആദ്യം തന്നെ ഒരു ദൃശ്യം പ്രേക്ഷകർക്കായി കാണിക്കാം. ഈ കാണുന്നതാണ് നാം എല്ലാവരും കേൾക്കുന്ന ഫെൻസിംഗ് എന്ന് പറയുന്ന സംവിധാനം. ഇവിടെയും, അതായത് പത്തനംതിട്ട ജില്ലയിലെ കുമ്മണ്ണൂർ എന്ന സ്ഥലത്ത് കാട്ടാനയെയും ഒപ്പം തന്നെ മറ്റു വന്യമൃഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി സർക്കാർ ലക്ഷങ്ങൾ മുടക്കി വനംവകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് 10 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഫെൻസിംഗ് ആണ്. ആ ഫെൻസിംഗിന്റെ അവസ്ഥയാണത്. ഇപ്പോൾ ഇത് പ്രവർത്തനക്ഷമമല്ല. ഇനി മറ്റൊരു കാഴ്ച കൂടി. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് ഏതാനും ചുവട് ഈ കാണുന്നതാണ് വനമേഖല. ഇപ്പോൾ നമുക്ക് തേക്ക് മരങ്ങൾ കാണാൻ കഴിയും. അതിൻ്റെ മീറ്ററുകൾ മാത്രം മാറിയാണ് ജനവാസ മേഖല. ഇവിടെ ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കയറുകൾ കാണാൻ സാധിക്കും. അതായത് ഈ ഫെൻസിംഗ് എന്ന ഈ കമ്പികൾ, ഈ പ്രയോജനമില്ലാത്ത ഈ ഫെൻസിങ്ങിന് പകരം ജനങ്ങൾക്ക് ഏക ആശ്വാസം എന്നുള്ളത് ഈ പ്ലാസ്റ്റിക് കയറുകളാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ സംശയം പ്രകടിപ്പിച്ചേക്കാം, ആനയെ എങ്ങനെയായിരിക്കും ഈ പ്ലാസ്റ്റിക് കയറുകൾ പ്രതിരോധിക്കുക എന്നുള്ളത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ കൈയൊഴിഞ്ഞു, വനം വകുപ്പ് കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഫെൻസിങ്ങിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി ഈ പാവം പിടിച്ച മനുഷ്യർക്ക് ആകെയുള്ള ആശ്രയം അവരുടെ ഒരു വിശ്വാസം മാത്രമാണ് ഈ പ്ലാസ്റ്റിക് കയർ എന്നുള്ളത്. ഇവിടെ ആനത്താരയുമുണ്ട്. ആനത്താരയുടെ സമീപത്താണ് ഈ കാണുന്ന കൃഷിയിടങ്ങളും ഒപ്പം തന്നെ വീട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ. ഇവിടെ ഏകദേശം 100-ലധികം വീടുകളാണ് ഉള്ളത്. ഈ നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ കാണുന്ന ഭാഗത്തേക്കാണ് കാട്ടാന ഇറങ്ങിയത്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടമാണ്. ഇതിൻ്റെ മറുവശത്ത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഭാഗത്താണ് വനഭൂമി. അതായത് മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ ഒരു റോഡിൻ്റെ അക്കരയും ഇക്കരയുമാണ് വനഭൂമിയും ഒപ്പം തന്നെ ജനവാസ മേഖലയും. ഈ കാണുന്ന ഭാഗത്തു കൂടിയാണ് കാട്ടാന സ്ഥിരമായി ഇറങ്ങി വരുന്നത്. അതിനുശേഷം ഈ കൃഷിഭൂമിയിലേക്ക് കയറുകയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വീടിന് സമീപത്ത് നിന്ന് നാം നേരത്തെ ദൃശ്യത്തിൽ കണ്ട ചേച്ചിയുടെ വീടിൻ്റെ സമീപത്തേക്കാണ് കാട്ടാന എത്തിയത്. അവർ തലതാഴേക്ക് മാത്രമാണ് രക്ഷപ്പെട്ടത്. നേരത്തെ പറഞ്ഞു ഇവിടെ
ഇവിടെ രോഗികളായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇതാ ഇരിക്കുന്ന ചേട്ടന് സ്ട്രോക്ക് വന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. ഒരു കാട്ടാന പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയുമുണ്ട്. പേടിയാണ്. ഹലോ, ഇവിടെ ഇതുവരെയ്ക്കുവേ ഈ നാട്ടിൽ ഈ കോന്നി നിയോജക മണ്ഡലത്തിലെ ഈ അരുവാപ്പുലം പഞ്ചായത്തിലെ 2ാം വാർഡ് എടുത്ത് കളഞ്ഞെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു ജനപ്രതിനിധികൾ ആരും ഞങ്ങളുടെ കാര്യങ്ങൾ തിരക്കാൻ ഇന്ന് വരെ വന്നിട്ടുമില്ല. ഇവിടെ MLA വാർഡ് മെമ്പറോ പ്രസിഡന്റോ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ ഇന്ന് വരെ ഒന്നിനും വന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾ ചത്തുപോയാൽ അവർക്കൊരു കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. അവർക്കാർക്കും ഒരു കാര്യം നോട്ടമില്ല. പിന്നെ അവിടുന്ന് ദൂരെ ഇവിടുന്ന് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരെയുള്ള അവരൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാത്രി വനപാലകർ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ? വനപാലകർ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നു, അവരുണ്ടായിരുന്നു. അല്ല, ഇവിടെ അങ്ങനെ നേരത്തെ ആനശല്യം ഇല്ലായിരുന്നു. ഇതിപ്പോൾ കുറേ നാളുകളായിട്ട് ആനശല്യമേ ഉള്ളൂ. ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. സുജി, അതായി ഈ കാണുന്ന ഭാഗത്തു കൂടിയാണ് ആന ഇവിടേക്ക് കയറുന്നത്. ഇവിടെ വേലിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വേലിയൊക്കെ പൊളിച്ച് കാട്ടാന സ്ഥിരമായി കൃഷിയിടത്തിലേക്ക് കയറുന്നു. ഇവിടെ വാഴ, ഒപ്പം തന്നെ മറ്റ് കാർഷിക വിളകളെല്ലാം ഉണ്ട്. ഇതെല്ലാം നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. അതിലുപരി ജീവനിൽ ഇവർക്ക് ഭയമുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. ഈ ഫെൻസിങ് 10 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ചിട്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നാം കണ്ടു. ഒരു ഫെൻസിങ് ഇവിടെ വേണം എന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അങ്ങനെയാണല്ലേ നിങ്ങളുടെ ആവശ്യം? നമ്മുടെ ആവശ്യം ഫെൻസിങ് ആണ്. സ്ഥായിയായ ഫെൻസിങ് ആണ് ആവശ്യം. ഇതുപോലെ കൊണ്ടിട്ടിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന രീതിയിലായിരിക്കരുത് ഫെൻസിങ്. ഇത് ഈ ഫെൻസിങ് ഇവിടെ സ്ഥാപിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ആശ്വാസമായിരുന്നു? 100% ആശ്വാസമായിരുന്നു. പക്ഷെ സ്ഥായിയായിട്ട് തന്നെ ഇതുപോലെ കെട്ടിട്ട് മെയിൻ്റെനൻസ് ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിട്ട് കാര്യമില്ല. ഇവരുടെ ഒരു സ്ഥായിയായ പരിഹാരം അതാണ് അവർ ആവശ്യപ്പെടുന്നത്. കുമ്മണ്ണൂരിൽ നിന്നാണ് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേർന്നത്.